തലക്കുളത്ത് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേലുത്തമ്പി തളവ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ തലക്കുളത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിരന്തരം പോരാടിയിരുന്ന ധീരദേശാഭിമാനിയായ വേലുത്തമ്പി തളവയുടെ ജന്മസ്ഥലം തമിഴ്നാട്ടിലെ തലക്കുളമാണെങ്കിലും അദ്ദേഹത്തിന്റെ ജീവത്യാഗം കൊണ്ട് പ്രസിദ്ധമായ ഒരു സ്ഥലം കേരളത്തിലുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള മണ്ണടിയാണ്. ആ മണ്ണടിയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ തലക്കുളത്തേക്ക് ഒരു KSRTC ബസ് പുറപ്പെടുന്നുണ്ട്. വേലുത്തമ്പി തളവയുടെ ഓർമ്മയ്ക്കായി സഞ്ചരിക്കുന്ന ആ ഒരു KSRTC ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പണ്ട് മണ്ണടിയും തലക്കുളവും എല്ലാം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നേ. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായ പത്തനംതിട്ട ജില്ലയിൽ മണ്ണടിയും തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ തലക്കുളവും സ്ഥിതി ചെയ്യുന്നു. മണ്ണടിയുടെ ഏറ്റവും അടുത്ത KSRTC ബസ് സ്റ്റേഷനായ അടൂർ ഡിപ്പോയിൽ നിന്നാണ് നമ്മുടെ സർവീസ് ആരംഭിക്കുന്നത്. അടൂരിൽ നിന്ന് അതിരാവിലെ 6 മണിക്ക് സർവീസ് ആരംഭിച്ച് മണ്ണടിയിലേക്ക് എത്തിച്ചേരുന്നു. തുടർന്ന് കൊട്ടാരക്കര, വെഞ്ഞാറമൂട്, തിരുവനന്തപുരം, കളിയിക്കാവിള, മാർത്താണ്ഡം, മൺഡേ മാർക്കറ്റ് വഴിയാണ് നമ്മൾ തലക്കുളത്തേക്ക് എത്തിച്ചേരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം നീളുന്ന യാത്രയാണ് തിരുവനന്തപുരത്തേക്കുള്ളത്. അവിടെ നിന്ന് വീണ്ടും 2 മണിക്കൂറോളം സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് തലക്കുളത്തേക്ക് എത്തിച്ചേരാൻ കഴിയൂ. രാവിലെ 6 മണിക്ക് അടൂരിൽ നിന്ന് ആരംഭിക്കുന്ന സർവീസ് ഏകദേശം 11 മണിയോടുകൂടി മാത്രമേ തലക്കുളത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഈ ഒരു ബസ് സർവീസിൽ പോയാൽ നമുക്ക് തലക്കുളത്തേക്ക് മാത്രമല്ല പോകാൻ സാധിക്കുന്നത്, തലക്കുളത്തിൻ്റെ പരിസര പ്രദേശങ്ങളായിട്ടുള്ള മൺഡേ മാർക്കറ്റും മണ്ടക്കാട് ദേവീക്ഷേത്രവും പള്ളികളും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. അത്തരത്തിലുള്ള ഒരു വലിയ യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ തലക്കുളത്തേക്കുള്ള യാത്ര ആരംഭിക്കാം. സമയം രാവിലെ 5:45 ആയിട്ടുണ്ടേ. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലാണ്. അടൂരിൽ നിന്ന് രാവിലെ 6 മണിക്കാണ് നമ്മുടെ ബസ് പുറപ്പെടുന്നത്. അടൂരിലെത്തിയതും അടൂർ കൂട്ടാർ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത് കണ്ടു. നമ്മൾ കൂട്ടാർ ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ തലക്കുളം ബസ്സും കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന കോട്ടയം ബോർഡും വെച്ചിട്ടാണ് കിടപ്പ്. കോട്ടയം ബോർഡ് എന്ന് പറയുമ്പോൾ തലക്കുളത്ത് നിന്ന് തിരിച്ച് കോട്ടയത്തേക്കാണ് ഈ ഒരു സർവീസ് ഉള്ളത്. അതുകൊണ്ടാണ് ഒരു കോട്ടയം ബോർഡ് കണ്ടത്. അടൂരിൽ നിന്ന് കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ ബസ് പുറപ്പെട്ടു. അടൂരിൽ നിന്ന് മണ്ണടി ക്ഷേത്രത്തിലേക്ക് പോകുന്ന യാത്രക്കാരൊക്കെ നമ്മുടെ ബസ്സിലുണ്ട്. അടൂരിൽ നിന്ന് MC റോഡ് വഴി നേരെ പോകാതെ നമ്മൾ അടൂർ ശാസ്താംകോട്ട അല്ലെങ്കിൽ NH 183A ഭരണിക്കാവ് മുണ്ടക്കയം ദേശീയപാതയിലേക്കാണ് പ്രവേശിക്കുന്നത്. അടൂർ മുതൽ കൊട്ടാരക്കര വരെ കുറച്ചധികം ബൈ റൂട്ടുകളിലൂടെയാണ് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ റൂട്ടുകളും മെൻഷൻ ചെയ്തേക്കാം. ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഈ റൂട്ടുകൾ പെട്ടെന്ന് പരിചയപ്പെടാനത് സഹായകരമാകും. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെള്ളക്കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ ദേശീയപാതയോട് വിട പറയുകയാണ്. ഭരണിക്കാവ് മുണ്ടക്കയം. ഇനി അടൂർ മണ്ണടി റോഡിലാണ് നമ്മുടെ സഞ്ചാരം. അടൂർ മണ്ണടി റോഡിൽ പ്രധാനപ്പെട്ട 2 ജംഗ്ഷനുകളാണുള്ളത്. അതിലൊന്ന് ചൂരക്കോടും മറ്റൊന്ന് നിലമേലുമാണ്. പതിനഞ്ച് മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മണ്ണടിയിലേക്ക് എത്തിച്ചേർന്നു. മണ്ണടി മുടിപ്പുര ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മണ്ണടി മുടിപ്പുര ക്ഷേത്രത്തിലെ ഉച്ചബലി മഹോത്സവം പ്രസിദ്ധമാണ്. അടൂർ മണ്ണടി റോഡിൽ നിന്ന് കടമ്പനാട് ഏഴംകുളം മിനി ഹൈവേയിലേക്കാണ് വന്ന് കയറിയത്. ഇവിടെ നിന്ന് മണ്ണടിയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലെല്ലാം പോയതിനു ശേഷം മാത്രമേ നമ്മൾ യാത്ര തിരിക്കുകയുള്ളൂ. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രത്തിലേക്കാണ്. ഉച്ചബലി മഹോത്സവവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ക്ഷേത്രമാണ് മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രം.
വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള വേലുത്തമ്പി ദളവ മ്യൂസിയമാണ് ഈ കാണുന്നത്. ഇതിലൂടെ അകത്തേക്ക് കയറിയാൽ നമുക്ക് മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നതും ദളവ ജംഗ്ഷൻ എന്നാണ്. മണ്ണടിയിലെ ദളവ ജംഗ്ഷൻ. ആരാധനാലയങ്ങൾ കൊണ്ട് സമ്പന്നമായ പ്രദേശമാണ് മണ്ണടി. നേരെ കാണുന്നത് മണ്ണടി പുതിയകാവ് ദേവീക്ഷേത്രമാണ്. അതുപോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് മണ്ണടി. ക്ഷേത്രങ്ങളും അമ്പലങ്ങളും മാത്രമല്ല, ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ ഒരു സ്ഥലം കൂടിയാണ് മണ്ണടി. മണ്ണടി താഴത്ത് ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മണ്ണടി താഴത്ത് എത്തിയതോടുകൂടി നമ്മൾ മണ്ണടിയിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലാണ് മണ്ണടി ഉൾപ്പെടുന്നത്. നമ്മൾ ഇനി പോകുന്നത് കൊട്ടാരക്കരയിലേക്കാണ്. ഏനാത്ത് വഴിയല്ല. ആദ്യകാലത്ത് ഏനാത്ത് വഴി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ നിലവിൽ മണ്ണടിയെയും താഴത്ത് കുളക്കടയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം നിലവിൽ വന്നിട്ടുണ്ട്. ആ പാലം വഴിയാണ് സർവീസ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ മണ്ണടി താഴത്ത് കുളക്കട പാലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മണ്ണടി താഴത്തുകുളക്കട ചെട്ടിയാരഴികത്ത് കടവ് പാലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പാലത്തിന് അടിയിലൂടെ ഒഴുകുന്നത് കല്ലടയാറാണ്. മണ്ണടിക്കും വേലുത്തമ്പി ദളവയ്ക്കും എത്രത്തോളം ചരിത്ര പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു നദിയാണ് കല്ലടയാർ. ആ കല്ലടയാറിൻ്റെ തീരത്ത് നിന്നാണ് നമ്മൾ തലക്കുളത്തേക്ക് പോകുന്നത്. തലക്കുളത്തുള്ളത് വള്ളിയാറാണ്. അതായത് കല്ലടയാറിൻ്റെ തീരത്ത് നിന്ന് വള്ളിയാറിൻ്റെ തീരത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കുളക്കട പുത്തൂർ റോഡിലെ താഴത്ത് കുളക്കടയിലേക്കാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയി മറ്റൊരു ബൈ റൂട്ടിലൂടെയാണ് നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പോകുന്നത്. ഈ കാണുന്ന തുരുത്തിയിൽ അമ്പലം എന്ന പ്രദേശത്ത് നിന്ന് നമ്മൾ നേരെ പൂവറ്റൂർ പെരുങ്കുളം പള്ളിക്കൽ വഴിയാണ് കൊട്ടാരക്കരയിലേക്ക് പോകുന്നത്. പെരുങ്കുളമൊക്കെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്. അത്തരത്തിലുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കൊട്ടാരക്കരയിലേക്ക് പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിലും പട്ടണ പ്രദേശങ്ങളൊന്നുമല്ല, ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞ റൂട്ടുകളാണ്. പൂവറ്റൂർ കഴിഞ്ഞ് പെരുങ്കുളത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പെരുങ്കുളം കേരള സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമാണ്. 2021 പെരുങ്കുളത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നത്. പെരുങ്കുളത്തെ ബാപ്പുജി ഗ്രന്ഥശാലയുടെ പ്രവർത്തന ഫലമായിട്ടാണ് സംസ്ഥാനത്തെ ആദ്യ പുസ്തക ഗ്രാമമായിട്ട് പെരുങ്കുളത്തെ പ്രഖ്യാപിക്കുന്നത്. സമയം രാവിലെ 6:45 ആയിട്ടുണ്ടേ. നമ്മൾ കൊട്ടാരക്കര KSRTC ഡിപ്പോയിലേക്ക് എത്തിച്ചേർന്നു. ഇത്രയധികം ബൈ റൂട്ടുകളിലൂടെ സഞ്ചരിച്ചിട്ടും 45 മിനിറ്റ് കൊണ്ട് നമ്മൾ അടൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൊട്ടാരക്കര എത്തിയപ്പോഴേക്കും ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ വെഞ്ഞാറമൂടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ്.
8:35 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ തമ്പാനൂരിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി യാത്ര തിരിക്കുന്നത്. കാരണം രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് തിരുവനന്തപുരത്ത് കുറച്ച് നേരം ബ്രേക്ക് ഉണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം. നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഭാഗത്താണ് നമ്മുടെ ബസ് നിർത്തിയിട്ടിരിക്കുന്നത്. അത് പുറത്തായിട്ടാണ്, അകത്ത് കയറിയിട്ടില്ല. അകത്ത് കയറുകയും കുറച്ച് തമിഴിലും മലയാളത്തിലുമൊക്കെ സ്റ്റിക്കർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആളുകൾ ഈ ഒരു സർവീസിന് ഉണ്ടായിരുന്നേനെ. നമ്മുടെ അടൂരും പരിസര പ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയൊക്കെ ഈ ഒരു കാര്യം ഏറ്റെടുത്തായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. അല്ലെങ്കിൽ KSRTC ഇടപെട്ട് നടത്തിയാലും മതി. തമിഴിലും മലയാളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ സ്റ്റിക്കർ ചെയ്താൽ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കയറാനായിട്ട് പറ്റുമായിരുന്നു. നമ്മുടെ തൊട്ട് മുൻപിലായിട്ട് തമിഴ്നാടിൻ്റെ ഒരു കുളച്ചൽ ബസ് കിടപ്പുണ്ട്. ഏകദേശം തൊട്ടടുത്ത സ്ഥലങ്ങളാണ് തലക്കുളവും കുളച്ചിലും ഒക്കെ. തലക്കുളത്ത് നിന്ന് നമ്മൾ മണ്ടക്കാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുളച്ചലിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ ഏതാണ്ട് ഒരു ദിശയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. ഏകദേശം 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തമ്പാനൂർ സ്റ്റാൻഡിനകത്ത് കയറി രാവിലത്തെ ഭക്ഷണം കഴിച്ചു, ഒരു മസാല ദോശ കഴിച്ചു. അതിനുശേഷം നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാം. ആ ഒരു സമയമുണ്ട്. അത് തമ്പാനൂർ സ്റ്റാൻഡിനകത്ത് തന്നെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചെത്തി. നിങ്ങളും വരികയാണെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിലായിട്ട് തിരിച്ചു വരിക. ഏകദേശം ഒരു 10-15 മിനിറ്റാണ് ഇവിടെ ബ്രേക്ക് ഉള്ളത്. കൃത്യം 9 മണിക്ക് തന്നെ തമ്പാനൂരിൽ നിന്ന് യാത്ര പുനരാരംഭിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് തലക്കുളത്തേക്ക്. ഇനി ഡ്രൈവറെയും കണ്ടക്ടറെയും കുറിച്ച് പറയാം. ഡ്രൈവർ പത്തനംതിട്ട സ്വദേശിയായ സുരാജ് സാറാണ്. കണ്ടക്ടർ ഭരണിക്കാവ് സ്വദേശിനിയായിട്ടുള്ള രമാദേവി മേഡമാണ്. രണ്ടുപേരും വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു. ഞാൻ ഒരുപാട് യാത്രകൾ നടത്തുന്ന ആളാണ്. പ്രധാനമായിട്ടും ബസ്സുകളിലാണ്, പ്രൈവറ്റിലും സ്വകാര്യ ബസ്സിലും. ആ ഒരു യാത്ര നടത്തുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒക്കെ പെരുമാറ്റം ശ്രദ്ധിക്കാറുണ്ട്. ചിലർക്ക് വളരെയധികം ദേഷ്യമാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വരുമ്പോഴും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും. ചിലർ വളരെയധികം സൗഹൃദപരമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെയുള്ളവരുടെ പേര് ഉറപ്പായിട്ടും നമ്മൾ എടുത്തു പറയണം. അത്തരത്തിലുള്ള 2 പേരാണ് ഞാൻ ഇന്നത്തെ യാത്രയിൽ പരിചയപ്പെട്ട സുരാജ് സാറും രമാദേവി മേഡവും. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് എടുത്തു പറയാൻ കാരണം. കരമന കളിയിക്കാവിള റോഡിലേക്കാണ് പ്രവേശിച്ചത്. സൺഡേ ആയതുകൊണ്ട് വലിയ ബ്ലോക്കില്ല, എങ്കിലും ചില ജംഗ്ഷനുകളിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്തായാലും മഴയുള്ള ദിവസമായതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ ഒരു ഭംഗിയുണ്ട്. Unlock isn't just passive listening, it's learning that sticks. Stream it and tell me your favorite books. Stay in the moment with complete control over what comes next. KSRTCയും തമിഴ്നാട് കോർപ്പറേഷനും തമ്മിൽ അന്തർ സംസ്ഥാന കരാറ് പാലിച്ച് ഓടുന്ന ഒരു റൂട്ടാണ് തിരുവനന്തപുരം നാഗർകോവിൽ. ഈ റൂട്ടിൽ ഒരുപാട് KSRTCയും തമിഴ്നാട് കോർപ്പറേഷൻ്റെ ബസ്സുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് നാഗർകോവിലേക്ക് പോകുന്ന ഒരു ബസ്സാണ്. സൂപ്പർ ഫാസ്റ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയുടെ കൈത്തറി ഗ്രാമമായ ബാലരാമപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമുക്ക് വിഴിഞ്ഞം, ആഴിമല, പൂവാർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകാം. ഇടത്തേക്ക് തിരിഞ്ഞു പോയാൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ, ഊരൂട്ടമ്പലം, കാട്ടാക്കട തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പോകാം. വിഴിഞ്ഞം പോർട്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ബാലരാമപുരം. ഇപ്പോഴും കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നൊസ്റ്റാൾജി തോന്നുന്നൊരു വാഹനമാണ് കടന്നു പോയത്. മഹീന്ദ്രയുടെ ആ കുഞ്ഞു വാന് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് അടുത്തു എന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്ന മിനി വാനുകൾ.
കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ താലൂക്കായിട്ടുള്ള നെയ്യാറ്റിൻകരയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇനി അധിക ദൂരം തമിഴ്നാട്ടിലേക്കില്ല. സമയം 9:35 ആയിട്ടുണ്ട്. നമ്മൾ നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ അമരവിള പാലമാണ്. താഴെയായിട്ട് നമുക്ക് നെയ്യാറ് കാണാം. നെയ്യാറിൻ്റെ തീരത്തെ പട്ടണമായതുകൊണ്ടാണ് നെയ്യാറ്റിൻകരയ്ക്ക് ആ ഒരു പേര് വന്നത്. അമരവിള ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോസ്റ്റാണ് അമരവിള. GSTയുടെ കടന്നുവരവോടുകൂടി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റുകളുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടുവെങ്കിലും അമരവിള എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ ഓർമ്മയാണ് വരുന്നത്. പാറശാല ഡിപ്പോയുടെ ഒരു കളിയിക്കാവിള ബസ്സാണ്. പഴയൊരു ഡീലക്സ് ആണെന്ന് തോന്നുന്നു. അതായത് KSRTCയുടെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, സൂപ്പർ ഡീലക്സ് എന്ന് പറയുന്നത്. ആ ഒരു ബസ് പഴയതായപ്പോൾ ഓർഡിനറി ആക്കി മാറ്റിയതാണ്. നല്ല പോക്കാണ് പോകുന്നത്. നമ്മുടെ ബസ് കണ്ടതുകൊണ്ടാവണം. നമ്മൾ കളിയിക്കാവിള വരെ ഒരേ റൂട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ മത്സരമാകേണ്ടെന്ന് കരുതിയാണെന്ന് തോന്നുന്നു. ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. കളിയിക്കാവിള എന്ന് പറയുമ്പോൾ നമ്മുടെ അതിർത്തിയിലെ ഒരു പട്ടണമാണ്. നമ്മുടെ കുമിളിയൊക്കെ പോലെ കേരളവും തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പട്ടണമാണ് കളിയിക്കാവിള എന്ന് പറയുന്നത്. ആ ഒരു അതിർത്തിയിലേക്ക് ഒരുപാട് കേരള ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അതിർത്തി ആയതുകൊണ്ട് തന്നെ പിന്നെ പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അതിർത്തി കടന്ന് നടത്തുന്ന സർവീസിനാണ് പിന്നീട് പെർമിറ്റ് വേണ്ടത്. പെർമിറ്റ് എന്ന് ഉദ്ദേശിച്ചത് അന്തർ സംസ്ഥാന പെർമിറ്റാണ്. അതായത് നമ്മുടെ ബസ്സുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നതിന് അന്തർ സംസ്ഥാന കരാറൊക്കെ ഉണ്ട്, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ. ആ ഒരു കരാർ ഇല്ലാത്ത ബസ്സുകളാണ് നമ്മുടെ അതിർത്തി വരെ സർവീസ് നടത്തുന്നത്. അങ്ങനെ പാറശാലയൊക്കെ പിന്നിട്ട് നമ്മൾ കളിയിക്കാവിളയിലേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. നമ്മൾ കേരളത്തോട് വിട പറയുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച KSRTC ബസ്സുകൾ ഈ ഹൈവേയുടെ സൈഡിലൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് അന്തർ സംസ്ഥാന പെർമിറ്റുള്ള ബസ്സുകളല്ല. നമ്മുടെ അതിർത്തി ആയതുകൊണ്ട് അവിടെ വരെ സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. കുഴിത്തുറ പാലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടാണ് നമ്മുടെ മാർത്താണ്ഡം ഫ്ലൈ ഓവർ തുടങ്ങുന്നത്. താഴെയായിട്ട് നമുക്ക് താമരഭരണി നദി കാണാം. താമരഭരണി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുനെൽവേലി സൈഡിലേക്ക് പോകുന്നൊരു താമരഭരണിയുണ്ട്. അതല്ല, ഇത് വേറെയാണ്. തേങ്ങാപ്പട്ടണത്തിൻ്റെ സൈഡിലേക്ക് ഒഴുകി പോകുന്നൊരു ചെറിയ നദിയാണ്. എന്തായാലും നമ്മൾ മാർത്താണ്ഡം ഫ്ലൈ ഓവർ കയറാൻ പോവുകയാണ്. ഇടത്തേക്കുള്ള വഴി പോയാലാണ് നമുക്ക് തേങ്ങാപ്പട്ടണം എന്ന് പറയുന്ന തീരദേശ മേഖലയിലേക്ക് പോകാൻ പറ്റുന്നത്. നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ തേങ്ങാപ്പട്ടണത്തേക്ക് ഒരു റോഡുണ്ട്. നമ്മളെന്തായാലും മാർത്താണ്ഡം ഫ്ലൈ ഓവറിലേക്ക് കയറിയിട്ടുണ്ട്. 2.5 കിലോമീറ്ററോളം നീളമുള്ള ഒരു ഫ്ലൈ ഓവറാണിത്. സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെന്തായാലും ഫ്ലൈ ഓവറിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. നേരെ കിടക്കുന്ന റോഡ് നാഗർകോവിൽ കന്യാകുമാരി സൈഡിലേക്കാണ് പോകുന്നത്. നമ്മൾ റൈറ്റിലേക്ക് പോയി മാർത്താണ്ഡം ടൗണിലേക്കാണ് പ്രവേശിക്കുന്നത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തമിഴ്നാട്ടിലെ പട്ടണങ്ങളിലൊന്നാണ് മാർത്താണ്ഡം. ചെങ്കോട്ടയും തെങ്കാശിയും ഒക്കെ പോലെ തന്നെ പ്രിയപ്പെട്ട പട്ടണം. പണ്ട് തൊടുവെട്ടി എന്നായിരുന്നു മാർത്താണ്ഡം അറിയപ്പെട്ടത്. പിന്നീട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ പേരിൽ നിന്നാണ് മാർത്താണ്ഡത്തിന് ആ ഒരു പേര് ലഭിച്ചത്. മാർത്താണ്ഡത്തെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ബിൽഡിംഗ് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവിടുത്തെ തേൻ എന്ന് പറയുന്നത് വളരെയധികം ഫേമസ് ആണ്. GI ടാഗൊക്കെ ലഭിച്ചതാണ് മാർത്താണ്ഡം തേന്.
അതുകൂടാതെ തന്നെ മാർത്താണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പഠിച്ചിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. മാർത്താണ്ഡത്ത് ഒരുപാട് കോളേജുകളുണ്ട്, അവിടെ ഒരുപാട് മലയാളികളും പഠിക്കുന്നുണ്ട്. മാർത്താണ്ഡം ടൗൺ ലിമിറ്റിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയേ. ഇനി നമ്മൾ പോകുന്നത് കരിങ്കൽ റൂട്ടിലേക്കാണ്. കരിങ്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുളച്ചിൽ പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണ്. ആ റൂട്ടിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. NH 66 പണികൾ ഇവിടെ കാണാവേ. കളിയിക്കാവിള മുതൽ നാഗർകോവിൽ വരെ വേറൊരു അലൈൻമെൻറ്റിലാണ് ഇപ്പോൾ NH 66 കടന്നു പോകുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള റോഡിൽ കൂടെ അല്ല കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പണികളൊക്കെയാണ് നടക്കുന്നത്. ജനവാസ മേഖലകളല്ലാത്ത മേഖലയിലൂടെ പുതിയ അലൈൻമെൻറ്റ് പ്രകാരം റോഡ് നിർമ്മിച്ചിട്ടാണ് പുതുതായിട്ട് പണികൾ നടക്കുന്നത്. എന്തായാലും ഭാവിയിൽ ഇതുവഴി പറന്ന് നമുക്ക് കന്യാകുമാരിയിലേക്കൊക്കെ പോകാൻ സാധിക്കും. കേരളത്തിൻ്റെ സൈഡിൽ കാരോട് വരെയാണ് പണി പൂർണ്ണമായിട്ടും പൂർത്തിയായത്. പിന്നീട് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും പണികൾ വളരെയധികം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഇവിടെയൊക്കെ പണി വളരെയധികം കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ. തമിഴ്നാട്ടിലാണ് സാധാരണ കൂടുതലായിട്ട് ഈ ദേശീയപാത നിർമ്മാണമൊക്കെ പെട്ടെന്ന് നടക്കാറുള്ളത്. കാരണം ജനവാസ മേഖലകളൊക്കെ കുറവാണ്. കൃഷിയിടങ്ങളിലൂടെയൊക്കെ അവർ പാലങ്ങളൊക്കെ നിർമ്മിച്ച് അങ്ങ് ദേശീയപാത പണിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കന്യാകുമാരി ജില്ലയിലേക്ക് വന്നപ്പോൾ പണി നന്നായിട്ട് ഇഴയുകയാണ്. അതിന് ചിലപ്പോൾ കാരണം ഉണ്ടാകാം. കന്യാകുമാരി എന്ന് പറയുമ്പോൾ കേരളമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുളങ്ങളും ലേക്കുകളും ഒക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു NH 66 അലൈൻമെൻറ്റ് കടന്നു പോകുന്ന ഭാഗം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പണികളെല്ലാം ഇഴയുന്നത്. ഒരുപാട് പാലങ്ങളൊക്കെ നിർമ്മിക്കാനുണ്ട്. പിന്നീട് ജനവാസ മേഖലകളൊക്കെ ഈ ഒരു ഭാഗത്ത് കൂടുതലാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്തെ നിർമ്മാണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. എന്തായാലും റോഡ് പണി പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയായിരിക്കും നമുക്ക് കന്യാകുമാരിയിലേക്ക് പോകുന്നതിന്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കരിങ്കലിലേക്കാണ്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കുളച്ചലിലേക്ക് പോകാം. അതിന് പകരമായിട്ട് നമ്മൾ പോകുന്നത് എരണികൾ റൂട്ടിലേക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ മൺഡേ മാർക്കറ്റ് എന്ന് പറയുന്ന തിങ്കൾ നഗറിലേക്ക് പോകുന്നത്. തിങ്കൾ നഗറിലേക്ക് പോകുന്നതിന് നമുക്ക് കരിങ്കലിൽ വരേണ്ട ആവശ്യമില്ല. നമുക്ക് മാർത്താണ്ഡത്ത് നിന്ന് നേരെ അഴകിയ മണ്ഡപത്തിൽ എത്തിയതിന് ശേഷം നമുക്ക് നമ്മുടെ തിങ്കൾ നഗറിലേക്ക് വരാൻ പറ്റും. മണ്ടക്കാട് റൂട്ടിലേക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ബസ്സിൻ്റെ പെർമിറ്റ് എന്ന് പറയുന്നത് കരിങ്കൽ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കരിങ്കൽ വഴി വരുന്നത്. തുള്ളിക്കൊരു ഗുണം എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ, അതുപോലെയുള്ള ഭീകരമായിട്ടുള്ള മഴയാണ്. എനിക്കെന്തായാലും വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം തമിഴ്നാട്ടിലെ ഇതുപോലെയുള്ള മഴ നമ്മൾ വിരളമായിട്ടാണ് കാണാറുള്ളത്. പക്ഷേ കന്യാകുമാരി ജില്ലയിൽ ഈ മഴ സാധാരണമാണ്. കാരണം നമ്മുടെ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കന്യാകുമാരി ജില്ല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഴ ഇവിടെ പതിവാണ്. എന്തായാലും നല്ലൊരു മഴയായിരുന്നു. കുളങ്ങൾക്ക് ഒരു പഞ്ഞമില്ലാത്ത നാടാണ് ഈ കന്യാകുമാരി. നമ്മുടെ കേരളം പോലെ തന്നെ ഇതൊരു താമരക്കുളമാണ്. പണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് താമര പറിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ രമാദേവി മേഡം ഇവിടെ ഇരുന്ന് പറയുന്നത് കേട്ടോ. മേഡം ഒരുപാട് കാലമായി ഒരു സർവീസിൽ വരുന്നു. നമ്മളങ്ങനെ തിങ്കൾ നഗറിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മൺഡേ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന തിങ്കൾ നഗർ. ഇവിടെ നിന്ന് വളരെ കുറച്ചു ദൂരം മാത്രമേ നമുക്ക് തലക്കുളത്തേക്കുള്ളൂ. ഈ ഒരു ബസ് സർവീസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ എഴുതിയിട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് നഷ്ടം സഹിച്ചാണ് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള ആളുകളെല്ലാം ഈ ഒരു സർവീസിനുണ്ട്. പിന്നീട് ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്ക് പോകുന്ന ബസ് സർവീസ് എന്ന വിശേഷണം കൂടിയുണ്ട്. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബസ് ലാഭകരമാക്കാം.
കാരണം കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ് മണ്ടയ്ക്കാട്. ആ മണ്ടയ്ക്കാടേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ബസ്സായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. കാരണം പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലുള്ള ആളുകൾക്ക് നമ്മുടെ ഈ ഒരു ബസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്ന് മണ്ടയ്ക്കാട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ബസ്സുകൾ ലഭിക്കും. ഇവിടെ വന്ന് ഏകദേശം 6 കിലോമീറ്റർ മാത്രമാണ് മണ്ടയ്ക്കാട് ക്ഷേത്രത്തിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സിൽ വന്നാൽ കേരളത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് മണ്ടയ്ക്കാട്ടിലേക്ക് പോകാം. ഒറ്റ ബസ് മാറി കയറിയാൽ മതി. അങ്ങനെ നമുക്ക് ഈ ഒരു ബസ് സർവീസ് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പലർക്കും അറിയില്ല. എല്ലാവരും ഈ തലക്കുളം ബോർഡൊക്കെ കാണുമ്പോൾ ഇത് വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മണ്ടയ്ക്കാട് യാത്രയ്ക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു ബസ് സർവീസ് കൂടിയാണ് ഈ ഒരു തലക്കുളം ബസ് സർവീസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ബസ്സിൻ്റെ പ്രധാന പോരായ്മ എന്ന് പറയുന്നത് തമിഴ് ബോർഡുകൾ ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ LED ബോർഡിൽ കാണിക്കുന്നുണ്ട്, അതുകൂടാതെ മറ്റൊരു തമിഴ് ബോർഡില്ല. മിക്ക ആളുകളും നമ്മുടെ തമിഴ് ബോർഡ് ശ്രദ്ധിച്ചിട്ടാണ് വണ്ടിയിൽ കയറുന്നത്. തിരുവനന്തപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ കയറുന്നത് തമിഴ് ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടാണ്. ഒന്നെങ്കിൽ ഈ ബസ്സിൽ സ്റ്റിക്കർ വർക്കുകൾ നടത്തുക. നമ്മുടെ KSRTC ബസ്സിലെല്ലാം ചെയ്യുന്നതാണ് സ്റ്റിക്കർ വർക്കുകൾ. സ്റ്റിക്കർ വർക്കോ അതല്ല എങ്കിൽ ഒരു തമിഴ് ബോർഡോ നമ്മൾ ഈ ഒരു വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ കിട്ടുന്നൊരു സർവീസായിട്ട് ഇത് മാറും. പിന്നീട് ഒരു ചരിത്ര സ്മാരകത്തിലേക്ക് പോകുന്ന ബസ് സർവീസ് ആളില്ല എന്നതിൻ്റെ പേരിൽ പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ രാവിലെ 6 മണിക്ക് അടൂരിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര ഏകദേശം 11 മണിയോടുകൂടി തലക്കുളത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇക്കാണുന്ന ജംഗ്ഷനിൽ നിന്ന് മുന്നിലേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹമായ വലിയ വീട്ടിലേക്ക് പോകേണ്ടത്. ഇവിടെ വലിയ വാഹനങ്ങൾ തിരിയാനായിട്ട് സ്ഥലമില്ല. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളെല്ലാം ചെറിയ മിനി ബസ്സുകളാണ്. നമ്മുടെ ബസ് മാത്രമാണ് വലിയൊരു ബസ്സായിട്ട് ഇതുവഴി സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മുന്നിലത്തെ റോഡിൽ പോയിട്ട് തിരിച്ച് നമ്മളിങ്ങോട്ട് വരുന്നുണ്ട്. നാഞ്ചിനാട് എന്നറിയപ്പെടുന്ന കന്യാകുമാരി ജില്ല കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ് നമുക്ക് ഒരുക്കി നൽകുന്നത്. കേരളത്തിന് സമാനമായ ഭൂപ്രകൃതി, നിറയെ നെൽപ്പാടങ്ങൾ, ചെറിയ ചെറിയ അരുവികൾ, അങ്ങനെയുള്ള ഒരുപാട് നാടൻ കാഴ്ചകൾ നമുക്ക് തലക്കുളത്ത് കാണാൻ സാധിക്കും. നമ്മൾ ബസ് തിരിക്കാനായിട്ട് വന്ന് കയറിയത് ഇരണിയൽ മണവാളക്കുറിച്ചി റോഡിലേക്കാണ്. ഇത് നമ്മുടെ തലക്കുളം വഴിയാണ് കടന്നു പോകുന്നത്. ഇരണിയൽ നമുക്കറിയാം തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പട്ടണമാണ്. മാത്രമല്ല തിരുവിതാംകൂറിലെ പഴയ ഒരു പ്രധാനപ്പെട്ട പട്ടണം കൂടിയാണ്. അതുകൂടാതെ മണവാളക്കുറിച്ചി തമിഴ്നാട്ടിലെ ഒരു തീരദേശ പട്ടണമാണ്. ആ 2 പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുള്ള റോഡിലേക്കാണ് നമ്മൾ തിരിക്കാനായിട്ട് വന്ന് കയറിയത്. ഇത് തലക്കുളം വഴിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ശരി സാറേ. ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയുടെ ഓർമ്മയ്ക്കായിട്ട് സഞ്ചരിക്കുന്ന ഈ ഒരു ബസ് നമ്മുടെ തമിഴ്നാട്ടിലെ തലക്കുളത്തെ ഈ ചെറിയ ഗ്രാമത്തിൽ കിടക്കുന്ന കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ മണ്ണടിക്ക് അടുത്ത് വീടുള്ള ഒരാളാണ്. പണ്ട് മുതലേ ഈ ഒരു തലക്കുളം ബസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തമിഴ്നാടും ഇത്തരത്തിലൊരു സർവീസ് നടത്തിയിരുന്നു. അന്ന് മുതലുള്ള ആഗ്രഹമാണ് ഈ ഒരു ബസ്സിൽ തലക്കുളത്തേക്ക് വരണമെന്നുള്ളത്. അതെന്തായാലും സാധിച്ചു. രമാദേവി മേഡത്തോടും സുരാജ് സാറിനോടും ഞാൻ യാത്ര പറഞ്ഞു. നമ്മുടെ സർവീസ് കോട്ടയം ബോർഡ് വെച്ച് മടക്കയാത്ര ആരംഭിച്ചു. എന്തായാലും ഞാൻ ഇനി തലക്കുളം ഒന്ന് കറങ്ങി കാണുവാൻ തീരുമാനിച്ചു. ആദ്യം തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹമായ വലിയ വീട് കാണണം. അതിനുശേഷം നമുക്ക് തലക്കുളത്തെ പ്രധാന കാഴ്ചകളും കണ്ട് മണ്ടയ്ക്കാട് ഭാഗത്തേക്ക് പോകണം. തലക്കുളം ഗ്രാമത്തിലെ ഈ വളവിൽ നിന്ന് അകത്തേക്ക് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വലിയ വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. പിന്നെ വഴിയും പറഞ്ഞു തന്നു. നല്ല സാധാരണക്കാരായ പാവം മനുഷ്യരാണ്. എന്തായാലും തലക്കുളം എന്ന് പറയുന്നൊരു വലിയ പട്ടണമൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു പട്ടണമാണെന്നായിരുന്നു. പക്ഷേ ചെറിയ ഗ്രാമമാണ്. இந்த போர்டு அது ஆமா गाइस இப்போ நம்ம எங்க இருக்கோம்னா பாத்தீங்கன்னா வேலுத்தம்பி வீடுல இருக்கோம். ஓகே. നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വേലുത്തമ്പി ദളവയുടെ ജന്മഗൃഹമായ വലിയ വീടിന് മുന്നിലാണ്. അതിന് മുന്നിലായിട്ട് വലിയൊരു സ്മാരകം പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തായിട്ട് വേലുത്തമ്പി ദളവയുടെ വലിയൊരു പ്രതിമയുണ്ട്. അത് നമ്മുടെ മണ്ണടിയിലുമുണ്ട്. മണ്ണടിയിലെ മ്യൂസിയത്തിന് മുന്നിലായിട്ട് വേലുത്തമ്പി ദളവയുടെ വലിയൊരു പ്രതിമയുണ്ട്.
വലിയ വീടിന് പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടു. പക്ഷേ ഇന്ന് നമുക്ക് അകത്ത് കയറി കാഴ്ചകൾ കാണാൻ സാധിക്കുകയില്ല. കാരണം ഇവിടെ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, മനു എന്നാണ് പേര്. അദ്ദേഹം ഇന്ന് മൺഡേ മാർക്കറ്റിൽ എന്തോ ഒരു ജോലിക്ക് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കയറി കാണാൻ സാധിക്കില്ല, നമുക്ക് താക്കോൽ കിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ഒരു നാട്ടുകാരെല്ലാം എനിക്ക് മാക്സിമം താക്കോൽ എടുത്ത് തരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ആളില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കും ആ ഒരു താക്കോൽ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും നമ്മൾ വേറൊരു ദിവസം വലിയ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. കാരണം നാഞ്ചിനാടെന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു തലക്കുളം ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം നമ്മുടെ തലക്കുളത്തെ മറ്റ് കാഴ്ചകളൊന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, കുഞ്ഞു ബസ്സുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. റോഡ് അത്രയ്ക്ക് വീതി കുറഞ്ഞ റോഡുകളാണ്. പിന്നീട് ഗ്രാമപ്രദേശത്ത് കൂടി ഇത്തരം ബസ്സുകളാണ് നല്ലത്. നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു ബസ് ഇപ്പോൾ കുറവാണ്. പണ്ട് KSRTCക്കും പ്രൈവറ്റിനും എല്ലാം ഇത്തരം കുഞ്ഞു ബസ്സുകളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് വള്ളിയാറിൻ്റെ തീരത്താണ്. ഞാൻ പറഞ്ഞായിരുന്നു യാത്രയുടെ തുടക്കത്തിൽ നമ്മൾ കല്ലടയാറിൻ്റെ തീരത്ത് നിന്ന് വള്ളിയാറിൻ്റെ തീരത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഒരുപാട് ചരിത്രം പറയുന്ന ഒരു നദിയാണ് വള്ളിയാറ്. കുലശേഖരത്തിനടുത്തുള്ള വെള്ളിമല മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് ഈ ഒരു നദി വരുന്നത്. പിന്നീട് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിനടുത്തുകൂടി ഒഴുകിയാണ് തലക്കുളത്തേക്ക് എത്തിച്ചേരുന്നത്. ഏറ്റവും ഒടുവിൽ മണവാളക്കുറിച്ചിക്ക് അടുത്ത് വെച്ച് കടലിലേക്ക് പതിക്കുന്നു. നമ്മുടെ അറബിക്കടലിലാണ് പതിക്കുന്നത്. എന്തായാലും ഒരു ചെറിയ തോട് പോലെ തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ജലം വഹിക്കുന്ന ഒരു നദിയാണ്. വളരെ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം പൊങ്ങുകയും പെട്ടെന്ന് തന്നെ വെള്ളം താഴുകയും ചെയ്യും. ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഇവിടുത്തെ ഒരു ചേട്ടൻ എന്നെ കൊണ്ട് കാണിച്ചതാണ്. ഒരു പെരുമ്പാമ്പാണ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലൂടെ ഒഴുകി വന്നതാണ്. എന്തോ കഴിച്ചിട്ട് കിടക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു പ്ലാവിൻ്റെയൊക്കെ ഇടയിലായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കരുതി എന്നെ എന്തെങ്കിലും പറ്റിക്കാനായിട്ട് കൊണ്ടുപോകുകയാണെന്ന്. പക്ഷേ അല്ല, ശരിക്കും ഒരു പെരുമ്പാമ്പായിരുന്നു. അനക്കവേ ഇല്ല, പക്ഷേ ജീവനുണ്ട്. കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പെരുമ്പാമ്പൊക്കെ സാധാരണയായിട്ട് ഇര എടുത്തിരിക്കുന്ന കുറേ കാലം നിൽക്കും. ഞാനിവിടുത്തെ ചെറിയ റോഡുകളിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കിയാണേ കറക്റ്റ് കേരളത്തിൻ്റെ ഒരു വൈബാണ്. കുറച്ചും കൂടി പഴയ കാലത്ത് ഒരു കേരളം പോലെയാണ് തോന്നുന്നത്. എന്തായാലും നല്ല കാഴ്ചകളാണ്. നമുക്ക് സമാധാനമായിട്ടൊക്കെ വന്ന് നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. വള്ളിയാറിൻ്റെ തീരത്തെല്ലാം ഇതുപോലെ പടവുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. വലിയ നദി തന്നെയാണ്. വലിയ രീതിയിൽ വെള്ളം പൊങ്ങുന്നതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എന്നെ ആ ഒരു പാമ്പിനെ കൊണ്ട് കാണിച്ച ചേട്ടൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വള്ളിയാറിനെ പറ്റി. നല്ല രീതിയിൽ വെള്ളം പൊങ്ങാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും തലക്കുളത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി മണ്ടക്കാട്ടിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് തിങ്കൾ നഗറിലേക്ക് പോകാനായിട്ട് ഈ മിനി ബസ് കിട്ടും. എന്തായാലും കറക്റ്റ് വന്ന് നിന്ന സമയത്ത് തന്നെ ഒരു ബസ് വന്നു. ഞാൻ കയറി. ലെഗ് സ്പേസ് ഒക്കെ കുറഞ്ഞ ഒരു കുഞ്ഞു വണ്ടിയാണ്. പുറത്തൊക്കെ നല്ല കാഴ്ചകളുണ്ട്. നമ്മുടെ ഈ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞ് മിനി ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സോ KSRTC ബസ്സോ അങ്ങനെയുള്ള ബസ്സുകളിൽ കയറിയാൽ മതി. നമുക്ക് ഒരുപാട് ഉൾനാടൻ തമിഴ്നാട് കാഴ്ചകൾ കാണാൻ പറ്റും. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളിനി മണ്ടക്കാട്ടിലേക്ക് പോകുന്നത്. തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ കിട്ടും. നമുക്ക് കുളച്ചിൽ പോകാം, മാർത്താണ്ഡത്ത് പോകാം, കന്യാകുമാരിയിലേക്ക് വരെ പോകാനുള്ള ബസ്സുകൾ നമ്മുടെ തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടും. നമ്മളെന്തായാലും ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ മണ്ടക്കാട് പോകുന്ന ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നത്. കുറച്ച് നേരം നിന്നപ്പോഴേക്കും ഒരു ബസ് കിട്ടി. ഞാൻ കയറി. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മണ്ടക്കാട്ടിലേക്കാണ്. മണ്ടക്കാടെന്ന് പറയുമ്പോൾ ഒരുപാട് മലയാളികൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. തീരദേശത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട് കടലാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നും നടക്കുന്ന സമയമല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പക്ഷേ മണ്ടക്കാട് ഉത്സവ സമയമാണെങ്കിൽ നമുക്ക് ഈ റോഡിലൂടെ ഒന്നും നടക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും. ഞാൻ എന്തായാലും അമ്പലത്തിനകത്തേക്ക് കയറി. എന്തായാലും വീഡിയോ ഒന്നും അതിനകത്ത് എടുക്കാൻ പറ്റില്ല. അമ്പലത്തിനകത്ത് കയറിയിട്ട് നമുക്കിനി ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാം. മണ്ടക്കാട് ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ആളുകളും ആ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാറുണ്ട്. തീരദേശത്തോടു കൂടി ഒരു മനോഹരമായ റോഡുണ്ട് കൊളച്ചൽ ഭാഗത്തു നിന്ന് വരുന്നത്. ആ ഒരു റോഡൊക്കെ ഒന്ന് നമുക്ക് പോയി കാണാം. എന്തായാലും നമ്മുടെ തലക്കുളം ബസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന മണ്ടക്കാട് ക്ഷേത്രത്തിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ വന്ന ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. 7 രൂപ മാത്രമാണ് നമ്മുടെ തിങ്കൾ നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മണ്ടക്കാട് ക്ഷേത്രത്തിലേക്കുള്ളത്. ഞാൻ നമ്മുടെ കേരളത്തിൽ 10-ൽ കുറഞ്ഞ ഒരു ടിക്കറ്റ് കണ്ടിട്ടില്ല. തമിഴ്നാട്ടിൽ അങ്ങനെ പലതരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും.
നമ്മൾ മണ്ടക്കാട് ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു ബീച്ചല്ല, കാരണം അപകട സാധ്യത കൂടിയ ഒരു ബീച്ചാണ്. ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നീട് മത്സ്യബന്ധന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് അഴിയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയായിട്ട് നമുക്ക് ബോട്ടുകളൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ആളുകൾക്ക് വന്ന് ഇറങ്ങാൻ പറ്റിയ ഒരു ബീച്ചൊന്നുമല്ല. പിന്നീട് നമുക്ക് നല്ല ബീച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 10-15 മിനിറ്റ് പോയാൽ നമുക്ക് മണവാളക്കുറിച്ചിയിൽ പോകാം, അതല്ലെങ്കിൽ കുളച്ചിലിൽ പോകാം. അവിടെയെല്ലാം നല്ല ബീച്ചുകളുണ്ട്. കടലിൻ്റെ സൈഡിലായിട്ട് ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട്. നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പള്ളി നമ്മുടെ കണ്ണിലായിട്ട് എടുത്തറിയാം. അത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണത്. പുത്തൂർ സെൻറ്റ് ലൂസിയാസ് പള്ളിയാണ് അത്. നല്ല മനോഹരമായ കാഴ്ചയാണ്. ഈ ഒരു കടൽ തീരത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള മനോഹാരിതയുണ്ട് ആ ഒരു പള്ളിക്ക്. നമുക്ക് തൽക്കാലം ഇന്ന് അവിടേക്ക് പോകാൻ സാധിക്കില്ല. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തൽക്കാലം മടങ്ങുകയാണ്. കടൽ നല്ല പ്രക്ഷുബ്ധമാണ്. നല്ല രീതിയിൽ കാറ്റും തിരമാലയും എല്ലാം തീരത്തേക്ക് എത്തുന്നുണ്ട്. തീരദേശ റോഡിലുള്ള മണ്ടക്കാട് ടൗണാണ് ഇത്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ മണവാളക്കുറിച്ചിയിലേക്ക് പോകാം, പിന്നീട് കുളച്ചലിലേക്ക് പോകാം. ആ ഒരു ഭാഗത്തേക്കെല്ലാം പോകാനായിട്ട് ബസ്സുകളുണ്ട്. മെയിൻ റോഡാണ്, തീരദേശ റോഡാണ്, എപ്പോഴും ബസ്സുകളുണ്ട്. എന്തായാലും ഇവിടെ എല്ലാം ഉണക്കമീൻ്റെ കച്ചവടമുണ്ട്. ഈ ഒരു സൈഡിലെല്ലാം കുറേ അമ്മമാരിരുന്ന് ഉണക്കമീൻ കച്ചവടം നടത്തുന്നുണ്ട്. കാരണം തീരദേശമാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറയുമ്പോൾ ഈ ഒരു മത്സ്യബന്ധനവും പിന്നീട് മത്സ്യം വിറ്റഴിക്കലും ഒക്കെയാണ്. എന്തായാലും നല്ല കാഴ്ചകളാണ് ഈ ഒരു മണ്ടക്കാടുള്ളത്. തലക്കുളത്തെയും മണ്ടക്കാട്ടെയും കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും 2 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എങ്ങനെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മണ്ടക്കാട്ടാണ്. ഇവിടെ നിന്ന് ഇരണിയൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ബസ് കിട്ടും. നേരിട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിലല്ല, തൊട്ടടുത്ത ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. അവിടെ നിന്ന് നടക്കുകയോ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാനുള്ള ദൂരമേ ഉള്ളൂ. ആ ഒരു ഇരണിയൽ സ്റ്റേഷനിൽ നിന്ന് വൈകിട്ട് 3:40 ഒരു കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ട്രെയിൻ വരും. കൊല്ലത്തേക്കാണ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. ആ ഒരു പാസഞ്ചർ ട്രെയിനിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, 15-20 മിനിറ്റ് ദൂരം മാത്രമേ ബസ്സിലുള്ളൂ. നമുക്ക് ഇരണിയൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് പോകാം. അതിനിടയിൽ നമുക്ക് ഫുഡ് കഴിക്കാം. ചരിത്രപുരുഷനായ വേലുത്തമ്പി ദളവയുടെ ജന്മഗ്രഹവും കണ്ട് നല്ലൊരു യാത്രയും നടത്തി നമ്മൾ നാട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നീട് ഉറപ്പായിട്ടും സമയം കിട്ടുമ്പോൾ ഇത്തരത്തിലൊരു യാത്ര നടത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരെ നന്ദി.